അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്ത് ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹില്ലി ജുസ് 1 പേജ് 48. വയജിബു ഗസ്ലു കുല്ലി ഹദ്ബിൻ. വയജിബു നിർബന്ധമാണ് ഗസ്ലു കുല്ലി ഹുദ്ബിൻ, കുല്ലി ഹദ്ബിൻ. ഇനി ഹുദ്ബിൻ അങ്ങനെയുണ്ട്, ഇനി ഹുദ്ബിൻ അങ്ങനെ മൂന്നിൽക്കും വായിക്കാന്നാ. ഹദബ് എന്നുമുണ്ട്, ഹുദുബ് എന്നുണ്ട്, ഹുദ്ബ് എന്നും മൂന്നിൽക്ക് വായിക്കാം. ഇമമുടി, ഇമമുടി കണ്ണിൻ്റെ പോളമ്പലുള്ള മുടിക്കാണല്ലോ ഇമമുടി അറിയാം. ആ മുടി മുഴുവൻ കഴുകൽ നിർബന്ധമാണ്. ബിൽ മുഹമ്മലത്തി പുള്ളില്ലാത്ത ദാല് കൊണ്ടാണ്, ഹദബ് എന്നല്ലാന്ന്. ഹാജിബിൻ പുരികം, അത് കൺപോളൻ്റെയും മേലുള്ളതാണല്ലോ, മേലുള്ള മുടിയുണ്ട്, അതും ഫുള്ള് കഴുകണം. അപ്പോൾ ഇതാരിന് അടുത്താടിനെയും കഴുകണം. ബിൽ മൂജമ്പത്തി അവിടെ പുള്ളിയുണ്ട് ഇതാറ്. മറ്റേ ഹദബ് ഹുദബ് എന്നൊക്കെ പറഞ്ഞിടത്ത് അവിടെ ദാലിന് പുള്ളി ഉണ്ടായിരുന്നില്ല, ഇവിടെ ദാലിന് പുള്ളിയുണ്ട്. ഷാരിബിൻ മീശ മുഴുവനും കഴുകൽ നിർബന്ധമാണ്. ഹദ്ദിൻ കവൾ മുടി മുഴുവനും കഴുകൽ നിർബന്ധമാണ്. അംഫക്കത്തിൻ കീഴ്ച്ചുണ്ടും വരെ മുടി മുഴുവനും കഴുകൽ നിർബന്ധമാണ്. മുടിയെന്നല്ല കേട്ടോ അതൊക്കെ. അത് പിന്നെ ഇമ, പുരികം, അടുത്താടി, മീശ, കവള്, അംഫക്കത്ത്, കീച്ചുണ്ട്, ഇതൊക്കെ കഴുകണം. എങ്ങനെ കഴുകണം? ഷാറമ്മ ബഷറാ, അവിടെയൊക്കെയുള്ള മുടിയും കഴുകണം, തൊലിയും കഴുകണം. ഷാർ എന്ന് പറഞ്ഞാൽ ബി ഫത്തുഹിൽ അതിന് ഫത്ത് കൊണ്ട് ഷാർ എന്ന് വായിക്കാം. ഷാറല്ല ഷാറ്. ഇപ്പോൾ ബഷറൻ തുരിയ എന്ന് പറഞ്ഞാൽ ലാഹിറ മുബാത്തിന. അപ്പോൾ ഷാർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ലാഹിർ അല്ല, ബഷർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഉള്ളും പുറമൊക്കെ കഴുകണം. സവാവുൻ ഹഫ ഷാറു, ഈ പറഞ്ഞതായ ഹദബ്, ഹാജിബ്, ഇദാറ്, ഷാരിബ്, ഹദ്, അംഫക്കത്ത്, ഈ ആറിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന മുടി നേരിയതാവട്ടെ അംകത്തുപോലെ തിങ്ങിയതാവട്ടെ ഏതായിരുന്നു കഴുകണം. എന്താ തിങ്ങിയതാണെങ്കിലും കഴുകണം എന്നറിയാൻ കാരണം എന്ന കസാഫത്തഹു, കാരണം ഈ ആറിലും ഉള്ള മുടി തിങ്ങുക എന്നുള്ളത് നാദിറത്തുൻ, അത് വിരളമാണ്, തുച്ഛമാണ്, നാദിറിന് ഹുക്മില്ല എന്നല്ലേ. അപ്പോൾ ഉല്ലിക്ക, അപ്പം ഈ അതിനെ ഈ മുടികളൊക്കെ കിയാസാക്കപ്പെട്ടു ബിൽ ഹാലിബി, ഹാലിബിനോട് ചേർക്കപ്പെട്ടു. ഹാലിബിനും തിങ്ങല്ലല്ലോ, കീഴല്ലോ, അപ്പം വഴിയും കീഴണം. അപ്പോൾ ഒരു കലബി കസീഫിന് അങ്ങനെ തിങ്ങിയുണ്ടെങ്കിൽ ആ തിങ്ങിന് ഹാലിബിനോട് ചേർക്കപ്പെട്ടു. ഹാലിബ് കീഴണല്ലോ, ഹാലിബ് തിങ്ങാതിരിക്കലാണ്, പിന്നെ അവന് ചെറുക്കിട്ട് ചെക്ക് കീഴണായി. വക്കീലാനി പറയപ്പെട്ടു ലാജിബു ബാത്തിനി അംഫക്കത്തിൻ കസീഫത്തിൻ എന്ന് വക്കീല. തിങ്ങിയതായ കീച്ചുണ്ടുമ്മലെ മുടിയിൻ്റെ ഉള്ളുകൾ നിർബന്ധമല്ല. ബിൽ മുസല്ലസത്തി കസീഫ എന്നാണ്, 3 പുള്ളില്ലേ. വഖൈലാനി പറയപ്പെട്ടു രാജു ഹസ്ലുബാത്തിൻ കസീഫി, തിങ്ങിയതിൻ്റെ ഉള്ളുകൾ നിർബന്ധമില്ല. ഫിൽ ജമീ, ഈ ആറിലും, ആറല്ലേ, ഹദ്ബ്, ഹാജിബ്, ഇദാറ്, ഷാരിബ്, ഹദ്, അംഫക്കത്ത്, ഈ 4. എന്താ കേടാറിയാൻ കാരണം എന്ന കസാഫത്തഹു, കാരണം ഈ 6 തിങ്ങിയതാകുക എന്നുള്ളത് മാനിയത്തിന് തടയുന്നുണ്ട്. മിൻ റൂയത്തി ബാത്തിനിഹി, ഈ 6ൻ്റെ ഉള്ളു കാണലിനത്തൊട്ട് ഉള്ളു കാണത്തൊരു തടയുന്നുണ്ട്. നോക്കുമ്പോൾ ഫലാ തഖവു, സംഭവിക്കുകയില്ല, ബിഹി, ആ ബാത്തിന് കൊണ്ട് സംഭവിക്കുന്നില്ല. എന്ത് സംഭവിക്കുന്നില്ല? അതിൽ മുവാജഹത്വ മുന്നിടുക എന്നുള്ളത്, അഭിമുഖ സംഭാഷണത്തിൽ മുന്നിടുക എന്നുള്ള വചീനെ പിടിച്ചത്. അതുകൊണ്ട് കേൾകൾ നിർബന്ധമില്ല എന്നൊക്കെയില്ല. വല്യഹിയത്വ, ആ താടിമുടിയാകുന്നത് ഇൻ ഹഫത്ത്, ആ താടിമുടി തിങ്ങിയതല്ല, നേരിയതാണെങ്കിൽ ഹദിബിൻ ഇമമുടി പോലെയാണ്. ഇമമുടി കേൾ നിർബന്ധം എന്നല്ലേ പറഞ്ഞത്. അപ്പം എന്നമാതിരി താടി മുടി നേരിയതാണെങ്കിൽ അതും കേൾക്കുക സൈഫായി പോകും. അത് നിർബന്ധാവും. ഹസ്ലുഹ, നേരിയ താടി മുടിയെ കേൾക്കൽ നിർബന്ധാവും. ലാഹിറം വബാത്തിൻ്റെ ഉള്ളും പുറമൊക്കെ കേൾക്കൽ നിർബന്ധാവും. വൈല്ല, ഇനി താടിമുടി നേരിയതായിട്ടില്ലെങ്കിൽ, ഇങ്ങനെ നേരിയതാവാതിരിക്കലും ഞാൻ കസുവത്ത് തിങ്ങിക്കണ് എങ്കിൽ ഫല്യ ഹസിൽ, ഉതെടുക്കുന്ന ആൾ കഴുകട്ടെ. ലാഹിറഹ, ആ താടിമുടിയുടെ ലഹിയത്തിൻ്റെ ലാഹിറ മാത്രം കഴുകട്ടെ. അത് നിർമ്മക്കുള്ള വരാജിബോടെ നിർബന്ധമല്ല. ഹസുലുബാത്തിനിഹ, തിങ്ങിയ താടിമുടിയുടെ ഉള്ളു കഴുകൽ നിർബന്ധമില്ല. എന്താ നിർബന്ധമില്ലാണ്ടിരിക്കാൻ കാരണം? ഈ ഉസ്രി ഈസാലിൽമായി, വെള്ളത്തിനെ ചേർത്തുക എന്നുള്ളത് പ്രയാസമായതിനു വേണ്ടി ഇലൈഹി
ആ തിങ്ങിയ താടിമുടിയുടെ ബാത്തിലേക്ക് ചേർക്കുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് ബാത്തിലേക്ക് വേണ്ട. വഹസ്ലുബാദിഹ, എന്നാൽ ആ താടിമുടി എന്നുള്ള ബാധനെ കഴുകുന്നതാകുന്നത് എങ്ങനത്തെ ബാധ്? അൽ ഖാരിജൻ വജി, മുഖത്തിനെയും വിട്ട് ഇങ്ങോട്ട് പുറത്ത് താഴോട്ട് തൂങ്ങി നിൽക്കുന്ന ബാധനെ കഴുകുന്നതാകുന്നത് ബിതരീഖി തബയ്യത്തി ലഹു, മുഖത്തിനോട് താപിയാകുക എന്നുള്ള തരീക്ക് കൂടി അതിനെ കഴുകുന്നതാകുന്നത് ലി ഹുസൂൽ മുവാജഹത്തി ബിഹി, ഈ ഹുസൂൽ മുവാജഹത്തി പരസ്പരം അഭിമുഖമാകുക എന്നത് കരസ്ഥമാകുന്നതിന് വേണ്ടിയാണ്. ബിഹി, വജ്ഹിനെയും വിട്ട് പുറപ്പെട്ട ഈ ഭാഗം കൊണ്ടും ഹാസിലാകുന്നുണ്ട്. അയിലെന്ന് പറഞ്ഞാൽ വജുഹ് കൊണ്ട് ഹാസിലാകുന്നതിൻ്റെ പുറത്ത്. അപ്പം വജുഹ് കണ്ടമാതിരി ഈ ഹാസിലാകുന്ന ഇതിനേക്ക് വേണ്ടി വന്നതാണ് നടത്തും. ഒഫിയ കൗലിന് വൈഫായ കൗലുണ്ട്, ലാജിബു നിർബന്ധമില്ല എന്നുണ്ട്. ഹസ്ലു ഖാരിജിൻ അനിൽ വജിഹി, മുഖത്തിനെയും വിട്ട് പുറത്തുള്ള മുടി കണ്ടാണ്. മുഖത്തിനെയും വിട്ട് പുറപ്പെട്ടതിനാൽ മിനൽ ലഹിയത്തി വഹൈരിഹ, മിനൽ ലഹിയത്തി താടിമുടി, വഹൈരിയ താടിമുടി അല്ലാത്തതൊക്കെ മുഖത്തിനെയും വിട്ട് പുറത്തിട്ടാൽ കണ്ടാന്ന് കൗല്. അങ്ങനെ ലിഹിയത്തല്ലാത്ത മുഖത്തിനെയും വിട്ട് പുറപ്പെടുന്നതിന് ഉദാഹരണം ഇതുപോലെ കലിതാരി അടുത്താടി പോലെ. അവൻ ചിലപ്പോൾ അങ്ങനെ മുഖത്തിനെയും വിട്ട് കൂടുതൽ പൊന്തി നിൽക്കല്ലോ തോന്നുള്ളവർക്ക്. എന്നാൽ അങ്ങനത്തെ ഖാരിജിനെ കഴുകണ്ട. ഹഫീഫങ്കാന ഔ ഖസീഫ, ആ ഖാരിജ് നേരിയതാണെങ്കിലും തിങ്ങിയതാണെങ്കിലും ഒന്നും കഴുകണ്ട എന്ന് കൗല്. വല ലാ ബാത്തിൻ വല ലാഹിറ, എന്താ ബാത്തിനൊന്നും ഒന്നും കഴുകണ്ട അറിയാൻ കാരണം ലി ഹുറൂജിഹി, കാരണം വജഹിനെയും വിട്ട് പുറപ്പെട്ട ഈ മുടി പുറപ്പെട്ടതിന് വേണ്ടി എന്തിനെ തൊട്ട് പുറപ്പെട്ടു? അൻ മഹല്ലിൽ ഫർദി, ഫർദിൻ്റെ മഹല്ല്, അത് പിന്നെ തലമുടി മുളയ്ക്കുന്നതിൻ്റെയും നെറ്റിത്തടത്തിൻ്റെയും അല്ല രണ്ട് താടിൻ്റെ മുന്തൻ്റെ ഇടയിലും ഒരു ചെവുക്കിൻ്റെയും മറ്റേ ചെവിൻ്റെ ഇടയിലുള്ള സ്ഥലമുണ്ട്. എന്നിട്ട് പുറപ്പെട്ടുണ്ടാവുകൊണ്ട് കണ്ടാണ്. ഒമ എന്നാ ഒന്നാകുന്നതെന്നാണ് ചക്രവാവുന്നതിനെ മുസ്ലിം പറഞ്ഞു. എന്താ അവർ പറഞ്ഞത്? മിൻ ഹിക്കായത്തിൽ കൗലൈനി, രണ്ട് കൗലിനെ ഉദ്ധരിക്കാൻ. എവിടെ രണ്ട് കൗലിനെ ഉദ്ധരിക്കുക? പി ഉജൂബി ഹസിൽ ഖാരിജി, മുഖത്തെയും വിട്ട് പുറപ്പെട്ട മുടിനെ കഴുകൽ നിർബന്ധമാണെന്ന വിഷയത്തിൽ രണ്ട് കൗലിന് ഇകാത്തിയ. അങ്ങനത്തെ ഖാരിജ് ഖഫീഫി, നേരിയതായ ഖാരിജായ മുടിയെ കഴുകൽ നിർബന്ധമുണ്ട് എന്നീ രണ്ട് കൗലിന് ഹിക്കാത്തിയിലാൽ ഈ പറഞ്ഞതാകുന്നത്. അതും ലാഹിറം ബാത്തിന, ലാഹിറും ബാത്തിനും ഒക്കെ കഴുകണം എന്നീ ഹിക്കായത്താകുന്നത്. നഖലഹു, ആ പറഞ്ഞതിനെ മുസ്ലിം നഖൽ ചെയ്തിരിക്കുന്നു. ഫി ഷർഹിൽ മുഹദ്ദബി, ഷർഹിൽ മുഹദ്ദബ് എന്ന കിതാബിൽ നഖൽ ചെയ്തു. ജമാഅത്തിൻ്റെ ഒരു സംഘം അസ്ഹാബിനെ തൊട്ട് നഖൽ ചെയ്തു. അപ്പോൾ സവ്വബഹു, ആ നക്കൽ ചെയ്തതിനെ നബി റളിയല്ലാഹു വാസ്തവമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത്. ഹമല, മുസന്നിഫ് റഹിമഹുല്ലാഹ് ചുമത്തുകയും ചെയ്തു. കലാമർ റാഫിഈ വഗൈരിഹി, റാഫി ഇമാമിൻ്റെയും ഖൈറിൻ്റെയും കലാമിനെ. എന്തിനുള്ള കലാമ്? ഫി ഹിക്കായത്തിൽ ഖൗലൈനി, രണ്ട് ഖൗലിനെ ഹിക്കായത്ത് എന്നതിലുള്ള കലാമ്. എവിടെ ഹിക്കായത്ത് ചെയ്യുക? എവിടെയുള്ള രണ്ട് കൗല്? ഫി ഉജൂബി ഹസ്ലി ളാഹിരിൽ ഖാരിജി, മുഖത്തിനെയും വിട്ട് പുറത്തേക്ക് വന്ന് മുടിയുടെ പുറം കഴുകൽ നിർബന്ധമാണെന്ന ഉള്ള രണ്ട് കൗലിനെ രണ്ട് കൗലിനെ ഇക്കാത്ത് ചെയ്യുന്നിടത്തുള്ള റാഫിയോൻ്റെ കലാമിനെ ചുമത്തി. അപ്പോൾ തന്നെ വന്ന ബാത്തിനഹു, നിശ്ചയമായിട്ടും മുഖത്തിനെയും വിട്ട് പുറപ്പെട്ട ആ ഖാരിജിൻ്റെ ഉള്ളാകുന്നത് ലാജിബു ഹസ്ലുഹു, ആ ഉള്ളു കഴുകൽ നിർബന്ധമല്ല. കൗലം പറഞ്ഞ രണ്ട് കൗല ഒറ്റ കൗലായിട്ട് നിർബന്ധമല്ല എന്നൊക്കെ റാഫി ഇമാമിൻ്റെ ഉള്ള കലാമിനെ മുസ്ലിം ചുമത്തി. എന്തിൻ്റെ മേൽ ചുമത്തി? അലൽ കസീബി, അതൊക്കെ തിങ്ങിയ മുടിനെ പറ്റിയാണ് റാഫി ഇമാം പറഞ്ഞതെന്ന് വെച്ചു. വാസ്ഖത്താന റളിയല്ലാഹു കളഞ്ഞു. മീർ റൗലത്തി, റൗലയിൽ നിന്ന് കളഞ്ഞു. എന്തിനെ? അൽ കലാമ, സംസാരത്തിന്. എന്തിനുള്ള സംസാരം? ഈ ബാത്തിനിൽ ഖാരിജി, മുഖത്തിനെയും വിട്ട് പുറത്തേക്ക് വന്ന മുടിൻ്റെ ഉള്ളു കഴുകുന്ന വിഷയത്തിലുള്ള കലാമിനെ കളഞ്ഞു. അപ്പം സാധു, എന്നാൽ ആ ഖാരിജിൻ്റെ ഉള്ളു കഴുകുന്നിടത്തുള്ള കലാമിനെ മുസ്ലിഫ് ഏറ്റി. മാ ഹൈരിയ, കലാമല്ലാത്തതിൻ്റെ കൂടെ ഹുന ഇവിടെ മിൻഹാജിലേറ്റി. അൽ മുഹറരി, മുഹറിനേക്കാളേറ്റി. മുഹറിലെ വാക്ക് കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഭാരത്ത് എന്നാൽ മുഹറിൻ്റെ ഈ ഭാരത്ത് നോക്കും, ഉണ്ടാവില്ല. മുഹറിൻ്റെ ഭാരത്ത് ഇങ്ങനെ എന്തെന്ന്? وأما اللحية الكثيفة فيكفي غسل ظاهر ما في هد الوجه منها فإن كانت خفيفة فهي كالشعور الخفيفة غالبا ويجب أيضا غسل ظاهر الخارج من اللحية في أصح القولين എന്നായിരുന്നു മുഹറിൻ്റെ ഇബാറത്ത്. അപ്പം മറ്റൊക്കെ മുസ്ലിമോട് കൂട്ടിയതാണ്. എന്താ മുഹറ പറയുന്നത്? വഅമ്മൽ ലഹിയത്തു കസീഫത്തു, എന്നാൽ തിങ്ങിയ താടി മുടിയാകുന്നത് ഫയക്ഫി, മതിയാകും. ഗസ്ലു ളാഹിരി മാഫി ഹദ്ദിൽ വജ്ഹി,
അസ്ലു ലാഹിരിമ ഒരു മുടിയുടെ ലാഹിർ കഴിയാൽ മതി. അങ്ങനത്തെ മുടി ഫി ഹദ്ദിൽ വജി മുഖത്തിൻ്റെ അതിർത്തിയിലുള്ള ഒന്നിൻ്റെ ലാഹിർ കഴിയാൽ മതി. പിൻഹാന്ന് പറഞ്ഞാൽ ആ ലഹിയത്തുൽ കസീഫയിൽ നിന്ന്. വൈങ്കാനത്ത് ഇനിയതല്ല ആ താടിമുടി ലിഹിയത്താണെങ്കിൽ ഹഫീഫത്തൻ നേരിയതാണോ എങ്കിൽ ഫയ്യ ലിഹിയത്താകുന്നത് താടിമുടിയാകുന്നത് കഷൂരിൽ ഹഫീഫത്ത് ഹാലിബ ഹാലിബിലും ഹഫീഫാകുന്ന ഇമമുടി പുരികമുടിയൊക്കെ മീശൊക്കെ ഉണ്ടല്ലോ എന്ന കാര്യമാണ്. അത് കാണില്ല നിർബന്ധമാണെന്ന കാര്യം. വയജിബു നിർബന്ധമാകും മൈള ഇങ്ങനെ നേരിയ താടിമുടി അതുപോലെ ഹഫീഫത്ത് പിന്നെ ആയ ഖാരിജ് ഇങ്ങനത്തെയൊക്കെ കേൾ നിർബന്ധമായതിൻ്റെ പുറത്ത് വീണ്ടും നിർബന്ധമാവും. ഹോസലുല്ലാഹിൽ ഖാരിജ് മിനല്ലിയത്തി താടിമുടിയിൽ നിന്ന് മുഖത്തെയും വിട്ട് ഇറങ്ങിയതിൻ്റെ ലാഹിർ കഴികൾ നിർബന്ധമാകും. ഈ അസുഹിൽ കൗലൈനി രണ്ട് കൗൽ എന്നുള്ള അസുഖ പ്രകാരം നിർബന്ധമാകും. എന്താർന്നാൽ മുഹററിൻ്റെ ഇബാറത്ത് തുറന്നു. അവിടെ ഇപ്പം ഹഫീഫാണെങ്കിൽ കണ്ട അല്ലെങ്കിൽ കേൾന്നൊക്കെ പറഞ്ഞു. എന്താണ് ഈ ഹഫീഫും കസീഫും തീരുമാനിക്കുക പറയാം. വൽ ഹഫീഫു ഹഫീഫായ മുടിയാകുന്നു മാ ഒരു മുടിയാണ് ഇങ്ങനത്തെ മുടി. തുറൽ ബഷറത്തു ആ മുടി നിൽക്കുന്ന സ്ഥലത്തുള്ള തോലിനെ കാണപ്പെടും. മിൻ ഖിലാലിഹി ഈ മുടിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ കാണും. എവിടെ വെച്ച് കാണും? വളരെ അടുത്ത് നോക്കിയാലോ കുറേ ദൂരം നോക്കിയാൽ കാണില്ല. മറിച്ച് ഫി മജ്ലിസി തഹാത്തുബി രണ്ടാൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖമായി സംസാരിക്കുമ്പോൾ എത്ര അടുത്താണോ നിൽക്കുക അത്ര അടുത്ത് നിന്ന് നോക്കിയിരിക്കുകയാണെങ്കിൽ ഈ മുടിൻ്റെ ഉള്ളിൽ കൂടി തൊലിയുടെ നിറം കാണപ്പെടും. അതാണ് ഹഫീഫ്. വൽ കസീഫ് എന്നാൽ കസീഫായിരിക്കുന്ന മുടിയാവുന്നത് മാ ഒരു മുടിയാണ്. യംനവു ആ മുടി തഹാത്തുവിൻ്റെ മജ്ലിസിൽ വെച്ച മുടിൻ്റെ ഉള്ളിൽ കൂടി നോക്കുക എന്നുള്ളത് തടയും. എന്തിനെ തടയും? മറുയത്താ തൊലിൻ നിറം കാണാൻ തടയും. എന്നത് കസീഫുമാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.